പവിത്രേ ആ യാത്ര മാറ്റിവെച്ചു. ഹൈദരാബാദിലേക്ക് പോകുന്നില്ലെന്ന്. അതെന്താ? അതൊരു ഗുഡ് ന്യൂസാ പ്രതാപ. ഗുഡ് ന്യൂസാ? കേക്കട്ടെ. പ്രതാപൻ തുടങ്ങാൻ പോകുന്ന ചാരിറ്റി അസോസിയേഷന്റെ പ്രവർത്തനവുമായി പവിത്ര മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന്. ഓ, ശനിദശക്കാലത്ത് ദൈവം മാത്രമേ രക്ഷയുള്ളൂ. മുടങ്ങാതെ വന്ന് പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ. വരും തിരുമേനി. ആയിക്കോട്ടെ. ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. ആരെ ശല്യപ്പെടുത്താതെ ആ മൊബൈൽ അങ്ങ് എടുത്തോണ്ട് പോയി കളയാം. ഒരുപാടൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല. മനസ്സിലായില്ല. ഇലക്ട്രിസിറ്റി ബോർഡിന്നാ. ഇലക്ട്രിസിറ്റി ബോർഡിന്നോ? അല്ല, ബിവറേജിന്നാ. അയ്യോ കള്ളൻ, കള്ളൻ, കള്ളൻ! അയ്യോ ഓടി വായോ, വീട്ടിൽ കള്ളൻ കയറി. അയ്യോ മാഡം, മാഡം, കള്ളൻ, കള്ളൻ! അയ്യോ മാഡം, കള്ളൻ! എന്താ എന്താ സുജാത? കള്ളൻ! മാഡത്തിന്റെ സ്വർണ്ണമല്ലോ? ഇല്ല. മൊബൈൽ ഫോൺ ഒന്ന് നോക്ക്. അയ്യോ അവന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അയ്യോ എന്റെ മൊബൈൽ കാണുന്നില്ല. പട്ടപ്പകല് മോഷണോ? നമുക്ക് പോലീസിൽ അറിയിക്കാം മാഡം. എങ്ങനെ അറിയിക്കാനാ? എന്റെ ഫോണില്ലല്ലോ. എന്റെ ഫോൺ ഉണ്ടല്ലോ മാഡം. വാ. അവനെ കാണുന്നില്ലല്ലോ വിനായക. അവൻ വരും മാഡം, പക്ഷേ പോയ കാര്യം സാധിച്ചെടുക്കാതെ അവൻ വരില്ല. ആ ദേ വരുന്നു. കിട്ടിയോടാ? കിട്ടിയോടാ? പിന്നെ കിട്ടാതെ ഞാനിങ്ങ് വരും. ഓക്കെ. സംശയിക്കണ്ട, ഇത് നിങ്ങൾ പറഞ്ഞ സ്ത്രീയുടെ ഫോൺ തന്നെയാ. വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കിയോ. ഏയ് സംശയമൊന്നുമില്ല. ദാ ഇതിന് വേണ്ട. ആ പത്മ എന്ന സ്ത്രീ വേറെ ഫോണിലേക്ക് ഇതേ സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. അതേസമയം നമ്മളും സെയിം സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അപ്പൊ മാഡം പറഞ്ഞ പോലെ ഒരേ നമ്പറിൽ 2 സിം ആക്ടിവേറ്റ് ആവും. അതായത് പത്മയെ വിളിച്ച ആ നമ്പർ സംയുക്തയുടെ കയ്യിലുള്ളത് കൊണ്ട് സംയുക്ത കോൾ അറ്റൻഡ് ചെയ്യും. അതെ, അങ്ങനെ തന്നെ. എനിക്കത് മതി. നിനക്ക് എത്ര രൂപ വേണം? പുത്തൻ ഫോണാ, അതിന്റെ ഒറിജിനൽ വില കിട്ടണം. പക്ഷേ ഇത് മോശമായതുകൊണ്ട് റിസ്ക് എടുക്കുന്നതിന്റെ കാശ് കൂടി കിട്ടണം. അതായത് ഈ ആൻഡ്രോയിഡ് ഫോണിന്റെ ഒറിജിനൽ വിലയുടെ ഇരട്ടി. ഇവൻ പണിയൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ വിചാരിച്ച പോലെ ഉഴപ്പനൊന്നുമല്ല. ഇവനോ? രാജുവിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാണോ? ഇവൻ ആരാണെന്ന് പറഞ്ഞ രാജു ഇരിക്കുന്നത്? ഇവനൊരൽപ്പം മാനസാന്തരം വന്നിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ മാനസാന്തരം ചെന്നായി അവൻ.
ഇപ്പൊ ആട്ടിൻതോലിട്ട് പമ്മി നടക്കുക. രാജുവാ, ഞങ്ങളെ ബോധ്യപ്പെടുത്താനാണോ ഈ ക്ലീനിങ്? സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്ക്. നീ ആളൊരു വളഞ്ഞവന്, അതുകൊണ്ട് സംശയിച്ചു പോയതാ. പറഞ്ഞ ജോലിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ പരിഹസിക്കുന്നത്? ഏയ്, ദേഷ്യമൊന്നും വേണ്ട. ഞങ്ങളോട് ദേഷ്യപ്പെടാനുള്ള ഫ്രീഡം ഒന്നും നിനക്കായിട്ടില്ല. ദേ, അതൊന്നും വേണ്ട കേട്ടോ. വാ അടയ്ക്കുക, പണിയെടുക്കുക, അത് മാത്രം മതി ഇവിടെ. നിന്റെ ശബ്ദം 1 മാസത്തേക്ക് ഇവിടെ ഉയരാൻ പാടില്ല. ആ അല്ല, ടെറസിന്റെ മുകളിലുള്ള വാട്ടർ ടാങ്ക് കഴിയൂടാ. വാട്ടർ ടാങ്കോ? അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇനി പ്രത്യേകിച്ച് പറയണോ ഇപ്പോ? അതെല്ലാം നിന്റെ ജോലിയിൽ പെട്ടതാ. അതൊക്കെ ഇങ്ങോട്ട് അഭിപ്രായം ഒന്നും പറയണ്ട. പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. വാട്ടർ ടാങ്ക് കഴുകിയതിന് ശേഷം കിണർ തേകണം. ഇവിടെ എന്താ പൊട്ടാളം വരണോ? എന്താ ഓർക്ക പറയടാ. നീ എന്താ പഴയ ആൾക്കാരെ പോലെ പിറുപിറുക്കുന്ന? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അഭിപ്രായമാണെങ്കിൽ അടിമേടിക്കേ. എന്താ രാജു, യോൻ പണിയൊക്കെ ചെയ്യുന്നുണ്ടോ അതോ തരികിടയാണോ? തരികിട കാട്ടിയാ ഞാൻ വിടുവോ സാറേ? ഞാൻ വിട്ടാലും ഋതു വിടുവോ? കുറുക്കനവൻ, കുറുക്കൻ. ഇവന് ഈ പണിഷ്മെന്റ് ഒന്നും പോരാ. ആ, പവിത്ര സിസ്റ്ററോ, വരൂ. എന്താ സിസ്റ്ററെ, ഹൈദരാബാദിലേക്കുള്ള യാത്രയാണോ? പ്രതാപ, ആ ഒരു കാര്യം പറയാനാ സിസ്റ്റർ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. പവിത്രേ ആ യാത്ര മാറ്റിവെച്ചു. ഹൈദരാബാദിലേക്ക് പോകുന്നില്ലെന്ന്. അതെന്താ? അതൊരു ഗുഡ് ന്യൂസാ പ്രതാപ. ഗുഡ് ന്യൂസോ? കേക്കട്ടെ. പ്രതാപൻ തുടങ്ങാൻ പോകുന്ന ചാരിറ്റി അസോസിയേഷന്റെ പ്രവർത്തനവുമായി പവിത്ര മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന്. ഓ, വെരി ഗുഡ്. എന്നാ സിസ്റ്റർ വരൂ. ചാരിറ്റബിൾ സൊസൈറ്റിയോ? അതെന്തോന്ന്? അതേ, നിന്റെ അമ്മയുടെ മറ്റൊരു ഉടായിപ്പ്. ഋതുമോളെ, അയ്യടാ, ഋതുമോളോ? ഇതെന്ന് തുടങ്ങി? എന്റെ ഫോണൊന്നും തരാവോ? നിനക്ക് എന്തിനാ ഇപ്പൊ ഫോണ്? എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടാവും. വിളിക്കുന്നവരവിടെ കിടന്ന് വിളിക്കട്ടെ. അതിന് ഫോണൊന്നും തരാൻ പറ്റില്ല. പിന്നെ ഫോണ്. രാജുവാ, നീ ക്ലീൻ ചെയ്. രാജു, അംബിക ചെന്ന് അവരുടെ മനസ്സ് മാറ്റിയോന്നൊരു ഡൗട്ട്. രാജുവാ, വാ.